ഇന്ന് നമ്മുടെ വീട്ടിലെ സ്വന്തം പേരമരം കേട്ടോ കാണിക്കുന്നത്. ഇത് ഞാൻ നട്ടതല്ല, എൻ്റെ ഏട്ടൻ നട്ടതാണ്. അടുത്ത പറമ്പിൽ നിന്ന് ചെറിയൊരു ചെടിയായിരുന്നു പേരക്ക മരത്തിൻ്റെ. അപ്പോൾ അവിടുന്ന് നമ്മൾ പറിച്ച് കൊടുത്തിട്ട് നമ്മളെ വീട്ടിൽ നട്ടു നോക്കിയതാണ്. പക്ഷേ ഇത് ഞങ്ങൾ പ്രതീക്ഷിക്കാത്ത പേരക്കയാവുമെന്ന് ഞങ്ങൾ ഒരിക്കലും വിചാരിച്ചില്ല കേട്ടോ. ഭയങ്കര ടേസ്റ്റുള്ളൊരു പേരക്ക തന്നെയാണിത്. അതായത് ഉള്ളു ചുവപ്പുള്ളൊരു ടൈപ്പാണിത്. കാരണം നമ്മൾ നല്ല മൂത്ത് നല്ല വലുപ്പത്തിൽ നിൽക്കുന്നുണ്ടായിരുന്നു, കുറേ എണ്ണം ഉണ്ടായിരുന്നു. ഒക്കെ ഈ വവ്വാലും കിളികളും കൊത്തിയിട്ടേ അങ്ങനെ കഴിച്ചിട്ട് അവരും കഴിക്കണ്ടേ അല്ലേ. അങ്ങനെ അതാ ഈ കളറാണ്. പക്ഷേ ഇത് മൂക്കാത്തൊരു ടൈപ്പാണ് കേട്ടോ, ഉള്ളു ചുവന്ന ടൈപ്പാണിത്. കാരണം ഇത് നല്ല പഴുത്ത് മഞ്ഞ കളറായിരിക്കും. നല്ല മഞ്ഞ കളർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉള്ളൊക്കെ നല്ല ചുവന്ന കളറായിരിക്കും, നല്ല മധുരം ഉണ്ടാവും. ഇതിപ്പോൾ കുറച്ചായിട്ട് വവ്വാലും കിളികളൊക്കെ വന്നിട്ട് കൊത്തി തിന്നെയാണ്. അപ്പോൾ ഞാൻ കവറിട്ട് വെച്ചിരുന്നു. പക്ഷേ കവറിട്ട് വെച്ചപ്പോൾ നമുക്ക് ആ ഒരു ടേസ്റ്റ് കിട്ടുന്നില്ല മധുരത്തിൽ. അതായത് ഈ കവറിൻ്റെ ഉള്ളിൽ നിന്നിട്ടാണ് തോന്നുന്നത്, അത്രയ്ക്കും ആ മധുരം അങ്ങോട്ട് വരുന്നില്ല. അപ്പോൾ കവർ ഒഴിവാക്കിയപ്പോൾ എന്താ വവ്വാലുകൾക്കും കിളികൾക്കും സുഖമായി എന്ന് പറയാം. അങ്ങനെ ഇപ്പോൾ വീടിൻ്റെ ടെറസിൻ്റെ മേലുണ്ട്. ഇപ്പോൾ ഞങ്ങൾ നന്നായിട്ട് അത്യാവശ്യം വലിപ്പം വെക്കുന്നുണ്ടോ നോക്കിയിട്ടുണ്ടെങ്കിൽ ഞങ്ങളങ്ങനെ പൊട്ടിച്ചിട്ട് ഞങ്ങൾ തന്നെ കഴിക്കാറാണ്. ഇപ്പോൾ ഏകദേശം മൂത്ത പേരക്കകളാണിത്. പക്ഷേ ഇത് ഇനിയും നല്ല വലിപ്പം വെക്കും കേട്ടോ, നല്ല ടേസ്റ്റാണിത്. കാരണം നമ്മളെ വീട്ടിൽ നമ്മൾ കുഴിച്ചിട്ടിട്ട് നമ്മൾ അതിൽ നിന്നുണ്ടാവുമ്പോൾ കിട്ടുന്നൊരു ഫീലുണ്ടല്ലോ, അത് ഭയങ്കര ഒരു രസമാണ് നമുക്ക് സ്വന്തമായിട്ട് കഴിക്കാൻ വേണ്ടിയിട്ടൊക്കെ. കാരണം നമ്മൾ നട്ട ചെടിയിൽ നിന്നൊരു കായ്ബലം കിട്ടുക എന്ന് പറയുമ്പോൾ തന്നെ ഭയങ്കര ടേസ്റ്റാണ് അല്ലേ. എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കും. സ്വന്തമായിട്ട് നമ്മളൊരു ചെടി നട്ടിട്ട് അതിലൊരു പൂവോ അല്ലെങ്കിൽ ഒരു കായോ ഉണ്ടാകുമ്പോൾ ഉള്ള ആ ഒരു സുഖം